രാവിലെ തന്നെ നമുക്ക് പാടത്തേക്ക് ഒന്ന് പോവാം. കുറെ ദിവസമായി പോയിട്ട്. അപ്പൊ പറമ്പ് ഇവിടെ അല്ല കേട്ടോ, കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പൊ നമുക്ക് സ്കൂട്ടിയിൽ പോവാം. എന്തൊക്കെ ഉണ്ട് അറിയില്ല. പയറായിട്ടുണ്ട് തന്നെയായിരുന്നു. പിന്നെയൊക്കെ നമ്മൾ ആവശ്യമില്ലെങ്കിൽ പറിച്ചു കൊണ്ടുവരും, അമ്മ പറിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. പയർ എന്തായാലും ഉണ്ടാവും, പയറായിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു. പിന്നെ ചീര ഉണ്ടെങ്കിൽ ചീരയും പറിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. അപ്പോൾ ഈ കാണുന്നത് വല്യച്ഛൻ്റെ വീടാണ്. അതേപോലെ തൊട്ട് ബാക്കിലുള്ള വീടും വല്യച്ഛൻ്റെ വീടാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. എന്തൊക്കെ ഉണ്ടെന്നല്ല, എന്തൊക്കെ വിളഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് അറിയില്ല. നോക്കാം, നോക്കി പോട്ടോ. ഇപ്പൊ നോക്കുമ്പോ പയറും ആയിട്ടുണ്ട്, ചീര ആയിട്ടുണ്ട്. നമുക്ക് പറിക്കാട്ടോ. കൈമുറയാക്കല്ലോ കേട്ടോ. ഇപ്പൊ പയറ് ഒരു ഉപ്പേരിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് മാറ്റി കുഴിച്ചിട്ട ചിരിൻ്റെ ബാക്കി കേട്ടോ. ഏകദേശം അത്രയും ഏരിയ നമ്മൾ എന്ത് ചെയ്തു, മാറ്റി കുഴിച്ചിട്ടു. ബാക്കി മാറ്റി കുഴിച്ചിട്ടുള്ള ചിരി കേട്ടത്. ഇതിപ്പോൾ ഏകദേശം കുറച്ചെണ്ണം കേട്ടോ, വളരെ കുറച്ചെണ്ണം എന്തായി പറിക്കാനായേ. അപ്പം നമ്മൾ പറിക്കും കേട്ടോ. നമ്മൾ വലുതൊക്കെ നോക്കി പറിക്കും. മാറ്റി കുഴിച്ചിട്ടതൊക്കെ ഏകദേശം വലിയ ചീരകളായി കേട്ടോ. അപ്പോൾ നന കുറവാട്ടോ, മഴ ഉണ്ടായതുകൊണ്ട് നമ്മൾ വലിയ നന നനയ്ക്കുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു നോക്കാനും വലിയ സമയം കിട്ടുന്നില്ല കേട്ടോ. അമ്മയാണ് വന്നു നോക്കലേ. അപ്പോൾ ഏതായാലും നമ്മൾ ചീരന്ന് വിളവെടുക്കും കേട്ടോ, വലുതൊക്കെ എടുക്കും. അപ്പോൾ വലിയ ചീരകളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞാലോ? അപ്പോൾ ദേ പച്ചച്ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് നട്ടതിൽ 2 പാക്കറ്റ് ചീര ഉണ്ടായിരുന്നു. അതിലൊരു പാക്കറ്റ് ഇവിടെ നട്ടു, ഒരു പാക്കറ്റ് ഇപ്പുറത്ത് നട്ടു കേട്ടോ. പക്ഷെ ഇപ്പുറത്തെ നട്ടതിൽ ഒന്നും മുളച്ചില്ല. അപ്പോൾ അതിൽ കൂടുതലുള്ളത് ചുവന്ന ചീരയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ 2ഉം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതൊരു വല്ലാത്തൊരു അനുഭവം കേട്ടോ. ഇങ്ങനെ നമ്മൾ നട്ടിട്ട് അത് വിളവെടുക്കുന്നൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്. അത് ചെയ്യാത്ത ആൾക്കാരൊന്നും ചെയ്ത് നോക്കാം കേട്ടോ. കഷ്ടപ്പാടിൻ്റെ ഫലം എന്നൊക്കെ പറയില്ലേ, അത് സംഭവം കേട്ടത്. നമ്മളല്ല കൂടുതൽ കഷ്ടപ്പെടുന്നത് അമ്മയാണ്, അത് വേറെ കാര്യം. നമ്മളുണ്ട്, നമ്മളിതിൻ്റെ ഒരു ഭാഗമാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളും ഇതിൻ്റെ ഭാഗമാകും. അച്ഛനും അമ്മയും വെച്ച് മനുഷ്യ എല്ലാവരും ഇതിൽ ഉൾപ്പെടും. ഒരാൾ മാത്രം മാറി നിൽക്കില്ല കേട്ടോ, എല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പറിച്ചിട്ടേ വല്യച്ഛൻ്റെ വീട്ടിലേക്ക് കുറച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇപ്പോൾ പറിച്ചാലേ ഇത് ശരിയാവുള്ളേ. പിന്നെ നമ്മളിങ്ങോട്ട് വരൽ ഇപ്പോൾ കണക്കഞ്ച് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാവും. അപ്പോൾ വലിയ ചീര നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറിച്ചെടുക്കട്ടോ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ വല്യച്ഛൻ്റെ അടുത്ത് കുറച്ച് വേസ്റ്റ് ചോറ് കൊണ്ടുപോകണ്ടേ, താറാവൊക്കെ. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ചീര എന്ത് ചെയ്യാം, അവർക്ക് കൊടുക്കട്ടോ. ഈ പറിച്ചിലൊക്കെ എന്താ വെച്ചാൽ ഇതിൽ മുരട് ഓവറാവും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സൂര്യപ്രകാശവും ഒന്നും കിട്ടൂല കേട്ടോ. അപ്പോഴേ നമ്മൾ ബിനിച്ചേട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന പുല്ല് ഏകദേശം സൈസായിട്ടോ. അതായത് ഓൾറെഡി ഉള്ളത് സൂപ്പർ നേപ്പിയർ ആണ്, ഇതുള്ള റെഡ് നേപ്പിയർ ആട്ടോ. അപ്പോൾ ഇത് ബിനിച്ചേട്ടനൊന്നും ചോദിക്കുക എന്തായി പുല്ല് കൊണ്ടുപോയിട്ട് മുളച്ചോന്നൊക്കെ. അപ്പോൾ ഇത് 2എണ്ണം ഇവിടെ ആയിട്ടുണ്ട്. പിന്നെയൊക്കെ സൈഡിൽ കൂടെയാണ് കേട്ടോ, കാട് മുടികൊണ്ട് കാണൂല. അപ്പോൾ ഇതേ ചീര ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പയറിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളേ. അപ്പോൾ കുറച്ച് പയറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ച് വല്യച്ഛൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് പോവാം. അപ്പോഴേ പകുതി ചീര നമ്മൾ കൊണ്ടുപോവുകയാണ്. പകുതി ചീര നമുക്ക് വല്യച്ഛൻ്റെ അടുത്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് പകുതി ആക്കിയിട്ട്
ഇവിടെ ഭയങ്കര ഇലക്കമ്പക്കാരാട്ടോ. ഇവിടുത്തെ ഏട്ടനായാലും കുട്ടികളൊക്കെ ആയാലൊക്കെ നന്നായിട്ട് ഇലയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓൾക്ക് കൊടുക്കട്ടോ. അതേപോലെ അവിടെ സാധനം കൂടെ വാങ്ങിക്കാണ്ട്. ചോറ് വാങ്ങാണ്ട്. പിന്നെമ്മാ എവിടെ? കല്യാണമൊക്കെ വൈകുന്നേരത്തല്ലേ? സ്കൂട്ടി ഉണ്ട്, കുഴപ്പമില്ല. ഇല്ല, കാണിക്കൂല, നിങ്ങൾ കാണിക്കൂല. അപ്പൊ നമ്മളെ നീലൂട്ടിന്റെ വീടട്ടത്. നീലൂട്ടി ഉറങ്ങി നീച്ചു വരികയാണ്. അപ്പൊ താറാവക്കുള്ള ചോറ് ഇട്ടുണ്ട് കേട്ടോ. പോവാ, നിങ്ങൾ പോവാട്ടോ. നമ്മള് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചീര നമുക്ക് അമ്മമ്മയ്ക്ക് കൊടുക്കാനുള്ളത്. ഇതിന്റെ മെയിൻ ആള് അമ്മമ്മയാണേ. വെച്ചോ. കുറച്ച് ഉണ്ണിയമ്മയ്ക്ക് കൊടുത്തു, പകുതി. ഉണ്ണിയമ്മേന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ചോറ് നമുക്ക് താറാവിന് കൊടുക്കാം. കോഴിക്കളെ വിട്ടിട്ടില്ല, നമുക്ക് കോഴിക്കളെ വിടാം. തന്നെ ചോറ് നമുക്ക് താറാവ് കുട്ടിക്കും താറാവിനൊക്കെ കൊടുക്കാം. ഉള്ളത് കൊടുത്തു. ഇനി താറാവ് കുട്ടിയൊക്കെ ഉള്ളത് കൊടുക്കാം. അപ്പൊ 2 താറാവുട്ടികളെ അവിടെ ചാടിയേക്കണ് കേട്ടോ. താറാവ് പുറത്തേക്ക് പോയിട്ടുണ്ട്. രണ്ട് താറാവുട്ടികൾ പുറത്തേക്ക് അടിയുണ്ട്. നമുക്ക് ഇതിനെ അകത്തേക്ക് വെച്ചെടുക്കാം. പശുക്കുട്ടീനെ നമുക്ക് ഇപ്പോഴൊന്നും വിടൂല, കുറച്ചായി കേട്ടോ വിടാന്.